ഡോക്ടർ ജിൻഡോ, ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് ബി എൻ അസ്കർ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു പോലീസ് സേനയ്ക്കകത്തും ഈ പ്രശ്നങ്ങളുണ്ട്, സേന തന്നെ വലിയ പ്രതിസന്ധിയൊക്കെ നേരിടുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനിയിപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ കാര്യമാണ്, അനഘയും അതുല്യയും. ഈ രണ്ട് കുട്ടികളുടെ സംരക്ഷണം, അവരുടെ സുരക്ഷിതത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ, പരിഹരിക്കേണ്ടെന്ന് അല്ലെങ്കിൽ അതിന് പരിഹാരം കാണേണ്ട ഒരു പ്രശ്നമാണല്ലോ. താങ്കൾ എന്ത് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും? ഗോപി, രണ്ട് കാര്യമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ പോലീസ് സേനയ്ക്ക് അകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ അത് കറക്റ്റ് ചെയ്യേണ്ടതിനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും. അവരൊക്കെ RSSന് വിടുപണി ചെയ്യാൻ പോയാൽ പോലീസ് സേനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അത് നാട്ടുകാരുടെ ചുമലിൽ വെച്ച് കെട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ നികുതി കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് അവിടെ അവസാനിപ്പിക്കുക. ഇനി 3 കാര്യം നെന്മാറ പോലീസിന് സംഭവിച്ചിട്ടുണ്ട് വീഴ്ചയായിട്ട്. ഒന്ന്, ഈ കുറ്റവാളിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുമ്പോൾ 29-ാം തീയതി ആ കുട്ടിയും ആ കുട്ടിയുടെ വീട്ടുകാരും കൊടുത്ത പരാതിയും നാട്ടുകാർ കൊടുത്ത കൂട്ടപ്പരാതിയിലും ഈ കുറ്റവാളിയെ വിളിച്ചു വരുത്തിയപ്പോൾ ഈ കൊടും കുറ്റവാളിയുടെ ഉറപ്പ് പോലീസിലെ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വിശ്വസിച്ചു എന്നുള്ളത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തത്, ഈ കോടതിയുടെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ബെയിൽ ക്യാൻസലേഷന് വേണ്ടി പോലീസ് ശ്രമിച്ചില്ല. മൂന്നാമത്തത്, വധഭീഷണിക്ക് BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം 351-ാം വകുപ്പ് പ്രകാരം മറ്റൊരു കേസെടുത്ത് ഈ പ്രതിയെ ജയിലിലിടാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമ നടപടി സ്വീകരിക്കാമായിരുന്നു. അതുമാത്രമല്ല 396 പ്രകാരം ഈ വിക്ടിം പ്രൊട്ടക്ഷൻ ആക്ട് ഉപയോഗിക്കാമായിരുന്നു. ഇതൊന്നും ഉപയോഗിക്കാതെ ഈ 3 തരത്തിലും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ആണ് ഈ മരണത്തിൻ്റെ കൂട്ടുപ്രതികളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഒരു കാര്യം കൂടി, ഇത് ഉത്തരേന്ത്യൻ മാതൃകയാണ്. പ്രതികൾ ശിക്ഷയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ജാമ്യത്തിന് ശേഷമോ പുറത്തിറങ്ങി പരാതിക്കാരായിട്ടുള്ള ആളുകളെ, വിക്ടിമായിട്ടുള്ള ആളുകളെ പിന്തുടർന്ന് കൊല്ലുന്ന ഉത്തരേന്ത്യൻ മാതൃകയ്ക്ക് സമാനമായിട്ട് കേരളത്തിൽ പല കാര്യങ്ങളും നടക്കുന്നു. ഇപ്പോൾ പറവൂര് ചേന്ദമംഗലത്ത് നടന്ന കൂട്ടക്കൊലപാതകം ഇതിന് സമാനമാണ്. പോലീസ് ഉപദേശിച്ചു വിടുന്നു, കുറ്റവാളികൾ ആളുകളെ പിന്തുടർന്ന് കൊല്ലുന്നു. ഇനി കേരളത്തിൽ ഒരു ചെന്താരകമുണ്ടല്ലോ, കാരണഭൂതൻ. അദ്ദേഹം താമരയ്ക്ക് കാവലിരിക്കുന്ന കാലത്താണ് ചെന്താമരെ പോലുള്ള ആളുകൾ നാട്ടുകാരെ കൊല്ലാൻ വരുന്നത്, നരഭോജി കടുവകൾ മനുഷ്യരെ കൊല്ലാൻ വരുന്നത്. ആ സമയത്ത് മന്ത്രിമാർ പാട്ടുപാടി രസിക്കുന്നത്. എന്നിട്ട് കേരളത്തിലുള്ള ആളുകളോട് പറയാം നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കേരളത്തിലെ പോലീസ് ഉണ്ടെന്ന്. ഈ 2 കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാരാണ് ആ 2 കുട്ടികളെ അനാഥരാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ആ കുട്ടികൾക്ക് കേരളത്തിലെ സമൂഹം, നമ്മുടെ സംസ്ഥാന സർക്കാർ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ സംരക്ഷണം ഇനിയെങ്കിലും ഉറപ്പ് കൊടുക്കണം. കാരണം ഈ ചെന്താമരയുടെ എതിരായിട്ടുള്ള പരാതിയിൽ അന്ന് പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ, ബെയിൽ ക്യാൻസലേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഡ്രോണും നേവിയുടെ കപ്പലും അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ വിമാനവും ISROയുടെ റോക്കറ്റ് ഉപയോഗിച്ചുള്ള ഈ പരിശോധനയൊന്നും വേണ്ടായിരുന്നു. അന്ന് 29-ാം തീയതി കിട്ടിയ പരാതിയിൽ മേൽ കൃത്യമായിട്ട് നടപടിയെടുത്തിരുന്നെങ്കിൽ അതെടുക്കാത്ത പോലീസിന്റെ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണം. മാത്രമല്ല, ഈ എത്രയും പെട്ടെന്ന് ഈ കൊടും കുറ്റവാളിയെ പിടിച്ച് പുറത്തു വരാത്ത രീതിയിൽ അകത്തിടാനായിട്ടുള്ള ശേഷി ആഭ്യന്തര വകുപ്പ് കൂടി കാണിക്കണം.